കാലിക്കറ്റ് ആ സെമി ഫൈനലിൽ ഞാൻ പ്രതീക്ഷിച്ചത് അവരുടെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ, പ്ലേ മേക്കർ, അവരുടെ എല്ലാമായ ഫെദറിക്കോ ബുവാസോയെ 11-ൽ കളിപ്പിക്കും എന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നെപ്പോലെ ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരുപാട് കാലിക്കറ്റ് ഫാൻസും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും നിരാശയിലാഴ്ത്തി ആ മത്സരത്തിൻ്റെ ഒരു പകുതി മുഴുവൻ ബുവാസോ ഇല്ല. സെക്കൻഡ് ഹാഫിലാണ് ബുവാസോയെ കൊണ്ടുവരുന്നത്. എന്തിന് സെമി ഫൈനൽ പോലത്തെ ഒരു ക്രഞ്ച് മാച്ചിൽ, വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ, ഒരു ക്രൂഷ്യൽ നോക്കൗട്ട് ഗെയിമിൽ ബുവാസോ ഈ സീസൺ എടുത്തു നോക്കി അറിയാം, വളരെ മനോഹരമായി, വളരെ എലഗൻ്റായി അദ്ദേഹമാണ് പന്ത് പിടിച്ച് സപ്ലൈ ചെയ്ത് കളി നിയന്ത്രിച്ച് ടോട്ടൽ കൺട്രോളറായിരുന്നു കാലിക്കറ്റിൻ്റെ. അദ്ദേഹം ഇല്ലാതെ ഫസ്റ്റ് ഹാഫിന് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ അർഷഫിനെ കൊണ്ടുവരുന്നു. അർഷഫ് അൺഫോർച്ചുനേറ്റ്ലി നിരാശ എന്ന് പറയട്ടെ, വളരെ എന്താ പറയുക, സങ്കടത്തോടെ പറയട്ടെ, ഒന്നും ചെയ്തിട്ടില്ല ആ സെമി ഫൈനലിലെ ആദ്യ പകുതിയിൽ. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെയും പറയാനുണ്ട്. 16-ാം മിനിറ്റിൽ സച്ചു സിബിക്ക് ഒരു ഇഞ്ചുറി വരുന്നു, ലെഫ്റ്റ് ഫുൾ ബാക്ക്. സച്ചുവിന് പകരം ആൾ വരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് സച്ചു ശരിക്കും ഓവർലാപ്പിംഗ് ആണ്. ഇപ്പോൾ റിയാസിനെ പോലെയാണ്, നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ആ ലെഫ്റ്റിലെ ഓവർലാപ്പിംഗ് ആ ഒരു സംഗതി കംപ്ലീറ്റ് ആയിട്ട് കൂമ്പടഞ്ഞു പോയ കാഴ്ചയായിരുന്നു സച്ചുവിന് പറ്റിയ 16-ാം മിനിറ്റിൽ ഇഞ്ചുറി. ഇനി അതും പോട്ടെ, കാലിക്കറ്റിന് എന്താണ് നെഗറ്റീവ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആ കളി ആദ്യ പകുതിയുടെ 23 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും കാലിക്കറ്റിൻ്റെ 3 ഡിഫൻഡർമാർ, 3 പ്രതിരോധ നിര താരങ്ങൾ യെല്ലോ കാർഡ് കണ്ടു കഴിഞ്ഞു. ഒരു സെമി ഫൈനലിൽ, വളരെ ഇമ്പോർട്ടൻറ്റ് സെമി ഫൈനലിൽ ഡിഫൻഡിങ് ചാമ്പ്യൻസ് കളിക്കുകയാണ്. ആൻഡ് ഇൻസൈഡ് ദ ഫസ്റ്റ് 25 മിനിറ്റ്സ് 3 ഓഫ് യുവർ ഡിഫൻഡേഴ്സ് ഇൻ എ സിംഗിൾ 1 യെല്ലോ കാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകാനും, കാരണം മുമ്പോട്ട് പോയാൽ എങ്ങാനും ഒരെണ്ണം പാളിയാൽ ടാക്കിൾ ചെയ്ത് ഫൗൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആ കാലിക്കറ്റിൻ്റെ മൊത്തം കളിയെ പ്രതികൂലമായി ബാധിച്ചതാണ് ഈ ആദ്യ പകുതിയുടെ 25-ാം മിനിറ്റിനുള്ളിൽ ഈ 3 ഡിഫൻഡർമാർ വാങ്ങി, ഇൻക്ലൂഡിങ് റിച്ചാർഡോസെ ആൻഡ് അലക്സിസ് സോസ, 2 സെൻറ്റർ ബാക്ക് ഉൾപ്പെടെ മേടിച്ച യെല്ലോ കാർഡുകൾ.